ചിറയൻകീഴ് മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ കെപിസിസി പ്രസിഡന്റിന്റെയും രമ്യ ഹരിദാസിന്റെയും കോലം കത്തിച്ചു. സംവരണ മണ്ഡലമായ ചിറയൻകീഴിൽ രമ്യ ഹരിദാസിനെ മത്സരിപ്പിക്കുന്നതിനെതിരെ നേരത്തെയും പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അജ്മൽ, വലിയ പ്രതിഷേധത്തിലാണല്ലേ പ്രവർത്തകർ? അമൃത, സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടക്കം അവർ തങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തലസ്ഥാന ജില്ലയിലടക്കം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കളത്തിൽ ഒരുപടി മുന്നിൽ നിൽക്കുകയാണ്. കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയങ്ങൾ അതിൽ രമ്യതയിലെത്താൻ കഴിയാതെ നേതൃത്വം ഉഴലുന്നത്. അതിൽ തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് നിയോജക മണ്ഡലം അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇത്തരം പ്രതിസന്ധികളും പ്രശ്നങ്ങളും അലോസരതകളും നിലനിൽക്കുന്നുവെന്ന് ഇത്തരം ചിത്രങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് മണ്ഡലത്തിലെ ദലിത് കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് മണ്ഡലത്തിലെ കഠിനംകുളം ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ, ഈ കഠിനംകുളം ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന, കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള പഞ്ചായത്താണ്. ഈ കഠിനംകുളം ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെയും കഴക്കൂട്ടം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള AICC പട്ടികയിൽ പേരുള്ള രമ്യ ഹരിദാസിന്റെയും ചിത്രമൊട്ടിച്ച കോലങ്ങൾ കത്തിച്ചത്. ഇതിൽ രമ്യ ഹരിദാസിന്റെ പേര് മണ്ഡലത്തിൽ സംവരണ മണ്ഡലമായ ചിറയൻകീഴ് ഉയർന്നു വന്നപ്പോൾ തന്നെ പല ഘട്ടങ്ങളിലും മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും അതിനെതിരെ വിയോജിപ്പുകൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇതാ കോലം കത്തിക്കലടക്കമുള്ള പ്രവൃത്തികളിലേക്ക് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ കടന്നിരിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.